നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഉത്സവാന്തരീക്ഷത്തിൽ ഞാറുനട്ട് തുടക്കം. ഓണം ആഘോഷമാക്കാൻ ഓണം സ്വർണോത്സവവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്. തുമരക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി മിൽമയുടെ ഇൻസെന്റീവ് തുക നൽകി. NSS മുത്തൂർ കരയോഗം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കോടി വിതരണം ചെയ്തു. ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. പരിയാപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വിശദമായ വാർത്തകൾ. താനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഉത്സവാന്തരീക്ഷത്തിൽ ഞാറുനട്ട് തുടക്കം കുറിച്ചു. മലപ്പുറം പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത്, താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ, അരീക്കാട് 11-ാം വാർഡ് മെമ്പർ കുഞ്ഞിപ്പ തെയ്യമ്പാടി, കൃഷി ഓഫീസർ ഡോക്ടർ ശില്പ എന്നിവർ ചേർന്ന് നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. അരീക്കാട് പാടത്ത് 50 ഏക്കർ നെൽകൃഷിക്കാണ് തുടക്കം കുറിച്ചത്. കൃഷിഭവൻ വഴി 100% സബ്സിഡിയിൽ വിതരണം ചെയ്ത പൊന്മണി വിത്താണ് ഈ വർഷം കൃഷി ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപയുമാണ് നെൽകൃഷിക്ക് കൂലിച്ചിലവായി വകയിരുത്തിയിട്ടുള്ളത്. കൃഷി വകുപ്പിന്റെ കീഴിൽ 75% സബ്സിഡിയിൽ ഇത്തിളും നെൽകർഷകർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ STR, ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ തളിക്കൽ എന്നിവയും കൃഷിഭവൻ വഴി നെൽകർഷകർക്കായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അരീക്കാട് പാടശേഖര സമിതി ഇന്നിപ്പോ 50ഓളം ഏക്കർ ഇവിടെ കൃഷി ഇറക്കുകയാണ്. 2021 ഞാൻ ഇവിടെ വരുമ്പോൾ 20 ഏക്കറോളമായിരുന്നു കൃഷി ഉണ്ടായിരുന്നത്. അന്ന് തൊട്ടിട്ട് ഇപ്പൊ 3-ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും തരിശ് നിലം കൃഷി ചെയ്താണ് ഇപ്പൊ 50 ഏക്കറോളം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പൊ തരിശ് നിലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ യോജിച്ച മണ്ണല്ലാത്തത് കൊണ്ടാവാം. അല്ലാത്ത പക്ഷം അരീക്കാട് പാടത്ത് തരിശുഭൂമി ഇല്ലാന്ന് പറ. അത്രത്തോളം തരിശുഭൂമി നമ്മൾ കൃഷി ചെയ്ത് ഇപ്പോൾ ഏകദേശം 50 ഏക്കറോളം കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പദ്ധതി വിഹിതങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവർക്ക് വിത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ കൃഷി വകുപ്പിന്റെ കീഴിൽ നമ്മൾ പാടശേഖരത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തിള്, അതുപോലെ തന്നെ SDR എന്ന് പറയുന്ന കമ്പോണന്റില് സബ്സിഡി ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് 20 ഹെക്ടറോളം സ്ഥലത്ത് ഡ്രോൺ യൂസ് ചെയ്തിട്ട് സമ്പൂർണ്ണ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്കീം ലഭിച്ചിട്ടുണ്ട്. അത് അവർക്ക് ലഭ്യമാകുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടുത്തെ ഭൂ ഉടമകൾ ഉണ്ടാവും. നമ്മളിപ്പോ സബ്സിഡി ഒക്കെ കൊടുക്കുന്നത് കർഷകർക്കാണ്. ഇനി കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടുതരുന്ന ഭൂ ഉടമകൾക്ക് റോയൽറ്റി എന്ന് പറയുന്ന സ്കീമിലും അവർക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. എല്ലാ പാടശേഖര കമ്മിറ്റി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ഇവിടെ വന്നിട്ടുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ആശംസ അർപ്പിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇന്ന് നമുക്ക് അരീക്കാട് പാടശേഖരത്ത് നെൽകൃഷി ചെയ്യാനായിട്ട് സാധിച്ചത്. 3 വർഷത്തിലധികമായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് തരിശു കിടന്നിരുന്ന അരീക്കാട് പാടശേഖരത്തെ 50 ഏക്കറിൽ ത്രിതല പഞ്ചായത്തുകളുടെ നിയുക്ത പദ്ധതിയുടെ സഹായത്താൽ 100 മേനി വിളയാൻ കാത്തിരിക്കുന്നത്. നടീൽ ഉത്സവത്തിന് KV മൊയ്തീൻകുട്ടി, ബദറു വേങ്ങര, ഹംസ ഹാജി, K കുഞ്ഞുട്ടി, നൌഷാദ് അരീക്കാട്, KV ഖാലിദ്, മജീദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്ത് ഇന്ന് മുണ്ടകൻ കൃഷി
നടീൽ ഉത്സവമാണ്. 50 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് പല പ്രാവശ്യങ്ങളിലായി തരിശു കിടന്നതൊക്കെ ഒഴിവാക്കി ഈ പ്രദേശത്തെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ യുവാക്കളായിട്ടുള്ള നല്ല കർഷകർ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പോടുകൂടി വരികയും കൃഷിഭവന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ 50 ഏക്കറോളം ഇപ്പോൾ മുണ്ടകൻ കൃഷി പൊന്മണി വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓണക്കാലത്ത് ഓണം സ്വർണോത്സവം എന്ന പേരിൽ വമ്പിച്ച സമ്മാന പദ്ധതിക്ക് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ തുടക്കമായി. ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ 30 വരെ എല്ലാ ഉപഭോക്താക്കൾക്കും സൗജന്യമായി കൂപ്പൺ നൽകും. കൂപ്പൺ നറുക്കിട്ടെടുത്ത് ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങൾ നൽകും. 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയുമാണ് സമ്മാനം. ഒന്നാം സമ്മാനമായി 100 പവൻ സ്വർണവും രണ്ടാം സമ്മാനമായി 50 പവൻ സ്വർണവും നൽകും. മറ്റ് നിരവധി സമ്മാനങ്ങളും പരിപാടിയുടെ ഭാഗമായി നൽകും. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപവും ഓണം ഒരു കരുതലിന്റെ ആഘോഷവുമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് പൂവിൽ പറഞ്ഞു. കേരളീയ സമൂഹം ഒരിക്കൽ കൂടി മലയാളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കുകയാണ്. കേരളത്തിലെ വ്യാപാര മേഖല ഓണത്തോടനുബന്ധിച്ച് വളരെ സജീവമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിലും ആഭരണ വ്യാപാര മേഖലയിലും ഇലക്ട്രോണിക് വിപണിയുമൊക്കെ വമ്പിച്ച ഓഫറുകൾ നൽകിക്കൊണ്ട് ഓണത്തെ സ്വീകരിക്കാനൊരുങ്ങുകയാണ്. കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ ഓണം സ്വർണോത്സവം എന്ന പേരിൽ വമ്പിച്ച സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓണത്തെ സ്വീകരിക്കുന്നത്. ഈ അവസരത്തിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ ഓണം ആശംസിക്കുന്നു. ഓണക്കാലത്ത് കൂടുതലായി ഡിസ്കൗണ്ടുകളും ഓഫറുകളും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1990 മുതൽ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് സജീവ സാന്നിധ്യമാണ്. വാണിജ്യ മേഖലയിൽ തിരൂരിന്റെ വളർച്ചയ്ക്കൊപ്പം നിന്ന സ്ഥാപനമാണ് മെജസ്റ്റിക് ജ്വല്ലേഴ്സ്. 3 പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണിക്കൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച മെജസ്റ്റിക് വിപുലമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റിയും പരിശുദ്ധിയും എന്നും കാത്തുസൂക്ഷിക്കുന്ന ഈ സ്ഥാപനം 916 സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവും വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ എന്നിവ മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ മാത്രം പ്രത്യേകതകളാണ്. ബിസിനസ് ഡെസ്ക്. തുമരക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി മിൽമയുടെ ഇൻസെന്റീവ് തുക നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി തുക കർഷകർക്ക് വിതരണം ചെയ്തു. 57 ക്ഷീര കർഷകർക്ക് 1000 രൂപ മുതൽ 26,000 രൂപ നിരക്കിൽ 1 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി തുക കർഷകർക്ക് വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർ പ്രസന്ന പയ്യപ്പന്ത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ കെ അബൂബക്കർ, സഹകരണ സംഘം സെക്രട്ടറി പയ്യപ്പന്ത സുനീഷ്, ക്ഷീരവികസന ഓഫീസർ ഷാജിദ്, തറമൽ ബഷീർ ഹാജി, മുരളീധരൻ തുമരക്കാവിൽ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. NSS മുത്തൂർ കരയോഗം ഓണാഘോഷത്തിന്റെ ഭാഗമായി മുതിർന്ന കരയോഗം അംഗങ്ങളെ ആദരിച്ചു. ഓണക്കോടി വിതരണവും നടന്നു. കരയോഗം പ്രസിഡന്റ് വിജയൻ ചെമ്പഞ്ചേരി, ജനറൽ സെക്രട്ടറി ശിവകുമാർ ചേരിലത്തൊടി, ട്രഷറർ പ്രശാന്ത്, രാധാകൃഷ്ണൻ, അനിൽകുമാർ വട്ടംപറമ്പത്ത്, രവീന്ദ്രൻ, ചന്ദ്രശേഖരൻ പരൂർ, ലിജീഷ്, സുധാ സതീഷ്, കൃപ രാജീവ്, അഞ്ജലി, ചിത്ര, ഷീല എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഒക്ടോബർ 17, 18 തീയതികളിലായി SMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം താനൂർ രായിരമംഗലം SSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. താനൂർ നഗരസഭാ അധ്യക്ഷൻ റഷീദ് മോര്യ ലോഗോ പ്രകാശനം ചെയ്തു. ശാസ്ത്രോത്സവം സ്വാഗത സംഘം ചെയർമാനും താനൂർ നഗരസഭ അധ്യക്ഷനുമായ റഷീദ് മോര്യ ലോഗോ പ്രകാശനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് YP ലത്തീഫ്, കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ഷീജ, താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ PV ശ്രീജ, TS സുമ, HM ഫോറം കൺവീനർ NB ബിജു പ്രസാദ്, രായിരമംഗലം SMM ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VK മജീദ് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ K മുഹമ്മദ് ഇക്ബാൽ, സ്കൂൾ മാനേജർ അബ്ദുൽ സമദ് ഹാജി, റസാഖ് തെക്കേൽ, ബിജി മാത്യു, KP ജലീൽ, MA റഫീഖ്, KP അഷ്റഫ്, CM ഷറഫുദ്ദീൻ, K മോഹനൻ, സരിത, ജഗതി, കിഷോർ, ബിജു, K പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, താനൂർ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പരിയാപുരം അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരിയാപുരം അങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് NT വാസു അധ്യക്ഷത വഹിച്ചു. മുക്കാട്ടിൽ അലിക്കുട്ടി, ബ്ലോക്ക് സെക്രട്ടറി കൃപാകരൻ, ചന്ദ്രൻ മുല്ലപ്പള്ളി, ഇബ്രാഹിം കുമാരൻ, ചന്ദ്രൻ പച്ചാട്രി, മണി മുകുന്ദൻ, പടാട്ടിൽ സുലൈമാൻ, കുട്ടൻ, രഞ്ജിത്ത്, രാമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.